Next topic, selective credit control. ഈ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിന് തന്നെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതാണ് ക്വാണ്ടിറ്റേറ്റീവ്, ഇത് ക്വാളിറ്റേറ്റീവാണ്. എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവായിട്ട് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസായിട്ട് ഉപയോഗിക്കുന്നത്? These are adopted to divert the flow of credit from speculative and unproductive activities to productive and more urgent activities. അതായത് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഫ്ലോ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്പെക്കുലേറ്റീവും അത് അൺപ്രൊഡക്റ്റീവും ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് പ്രൊഡക്റ്റീവും അതുപോലെ മോസ്റ്റ് അർജൻറ്റും ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ആ ക്രെഡിറ്റ് ഫ്ലോനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ദ പവർ ടു യൂസ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഹാസ് ബീൻ given by Section 22 of the Banking Regulation Act 1949. The Reserve Bank of India has been extensively and selective control since 1956. അതായത് RBI 1956 മുതലാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, സെക്കൻഡ് വൺ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് തേർഡ് വൺ ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. Issuing of directive. As per the Banking Regulation Act 1949, the Reserve Bank of India is empowered to issue directives to any particular bank or banking system, and the bank bound to comply with the directives issued to them. The Reserve Bank directives may relate to any or all of the following. അതായത് ഈ ഡയറക്റ്റീവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് കുറച്ച് ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, എംപവർ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് സിസ്റ്റത്തിനെതിരെ ഒരു പെർട്ടിക്കുലർ ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിന് മുകളിലോ കുറച്ച് ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ പർപ്പസ് ഫോർ വിച്ച് ദി അഡ്വാൻസ് മേ ഓർ മേ നോട്ട് ബി മെയ്ഡ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ദ മാർജിൻസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെക്യൂർഡ് അഡ്വാൻസസ്. അതായത് സെക്യൂർഡ് അഡ്വാൻസസിനെതിരെ മാർജിൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലായിരിക്കാം ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദ മാക്സിമം എമൗണ്ട് ഓഫ് അഡ്വാൻസസ് ടു എനി കമ്പനി, ഫേം ഓർ ഇൻഡിവിജ്വൽ. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഫേമോ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അവരുടെ മാക്സിമം എമൗണ്ട് ഓഫ് അഡ്വാൻസസ് എത്രയാണ് ആ കാര്യങ്ങൾ. പിന്നെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ വിച്ച് അഡ്വാൻസസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അക്കോമഡേഷൻസ് മേ ബി ഗിവൺ. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് അഡ്വാൻസസിൻ്റെ മുകളിലുള്ളത് ആ കാര്യങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സിന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് യൂസിങ് ദിസ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് സിൻസ് 1956 ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ കമ്മോഡിറ്റീസ് വിച്ച് ഹാസ് ബീൻ സെൻസിറ്റീവ് ഓർ ഇൻ short in supply. It is mainly used to restrict the flow of bank credit to speculative hoarding of essential commodities and to check rise in price. ഈ ഇഷ്യൂ ഡയറക്റ്റീവ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1956 മുതൽ കമ്മോഡിറ്റീസിൻ്റെ ഇതിനൊക്കെ ആണെങ്കിൽ അവരുടെ സപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ള ഫ്ലോ ഓഫ് ക്രെഡിറ്റുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഷ്യൂയിങ് ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയാണ് മാർജിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ കാര്യങ്ങൾക്ക് ഇതിനാണ് ഇഷ്യൂയിങ് ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. RBI stipulated certain margin requirements on advances which are given against certain commodities. These commodities include food grains, oilseeds and oil, vanaspati, sugar, kansari and gore, cotton, capos and cotton yarn and textiles. അതായത് RBI എന്ത് ചെയ്യുന്നുണ്ട്, certain margin requirements അഡ്വാൻസസ് ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് certain കമ്മോഡിറ്റീസിനെതിരായിരിക്കും. ഈ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഫുഡ് ഗ്രെയിൻസ്, അതുപോലെ ഓയിൽസ്, വനസ്പതി, ഷുഗർ അങ്ങനെ എക്സെട്ര അങ്ങനെ ആയിട്ടുള്ള കമ്മോഡിറ്റീസിനെതിരെ ഒരു മാർജിന് മാറ്റിവെക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ദ എയിം ഓഫ് ഫിക്സിങ് ഹയർ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഫോർ അഡ്വാൻസസ് ഈസ് ടു കർബ് ദി ഗ്രാൻഡിങ് ഓഫ് അഡ്വാൻസസ് ഫോർ ദി അബവ് കമ്മോഡിറ്റീസ് ആൻഡ് ടു ബ്രിങ് ഡൗൺ ദി പ്രൈസ്. അതായത് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും
അവർക്ക് കൂടുതൽ അഡ്വാൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ഇങ്ങനെ മാർജിൻ കൂടുതലായിട്ട് മാറ്റി വയ്ക്കുന്നത്. ലോവർ മാർജിൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടു ബോറോവേഴ്സ് ഹോസ് നീഡ് ഈസ് അർജൻറ്റ് ആൻഡ് ഹോസ് ആക്ടിവിറ്റീസ് ആർ നോട്ട് അഗ്രിവേറ്റിംഗ് ദി പ്രൈസ് ഓഫ് സ്ട്രാറ്റജിക് കമ്മോഡിറ്റീസ്. ലോവർ മാർജിൻ ഫിക്സ് ചെയ്യുന്നത് ബോറോവേഴ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ RBI യൂസ്ഡ് ദിസ് വെപ്പൺ ഫോർ എ നമ്പർ ഓഫ് ടൈംസ്. നമ്പർ ഓഫ് ടൈംസിൽ RBI ഈ ഒരു വെപ്പൺ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ RBI ഫിക്സഡ് മിനിമം മാർജിൻസ് ഫോർ അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ഫുഡ് ഗ്രെയിൻസ് പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ് അറ്റ് 45% ഫോർ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. അതായത് RBI ചില ടൈമിലൊക്കെ ഇങ്ങനത്തെ നമ്പർ ഓഫ് ടൈംസിന് ഈ മാർജിൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇത് ക്രെഡിറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ആസ് പെർ ദിസ് സ്കീം RBI പ്രിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസസ് ആർ ഗ്രാൻറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Higher rates of interest are charged for advance granted for users which are restricted. Lower rates of interest are charged on advances for other purposes. This weapon has extensively used by RBI since 1973. അതായത് ഈ ഒരു വെപ്പൺ ഉപയോഗിക്കുന്നത് RBI 1973 ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുക, ഹയർ റേറ്റും അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കുമ്പോൾ അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ലോൺ കുറേ യൂസേഴ്സ് ഉണ്ടാവും, യൂസേഴ്സിന് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊടുക്കുന്ന ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ റെസ്ട്രിക്ഷൻ ചെയ്യാൻ പറ്റും. ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വെപ്പൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നതാണ് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. Clean credit facilities are allowed to borrowers which are not affected by selective credit control measures. അതായത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ അഫക്റ്റ് ചെയ്യാത്തവർക്കാണ് എന്ത് ക്ലീൻ അഡ്വാൻസസ് കൊടുക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഇൻറ്റൻഡഡ് ടു റെസ്ട്രിക്റ്റ് സ്പെക്കുലേറ്റീവ് ഹോർഡിംഗ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പ്രിവെൻറ്റ് ആൻറ്റി സോഷ്യൽ യൂസ് ഓഫ് ക്രെഡിറ്റ് യൂസ്. അതായത് ആൻറ്റി സോഷ്യൽ യൂസ് ഓഫ് ക്രെഡിറ്റിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ്. അതായത് അപ്രോപ്രിയേറ്റ് എക്സംഷൻസ് ആർ ഗ്രാൻറ്റഡ് ടു ഡിസേർവിംഗ് ബോറോവേഴ്സ് ഫ്രം ദി സെലക്റ്റീവ് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ടു അവോയ്ഡ് അൺനെസസറി ഹാർഡ്ഷിപ്സ്. അതായത് ലിബറലൈസേഷൻ ചില മേഖലയ്ക്ക് കൊണ്ടുവരിക, ക്രെഡിറ്റ് കൊടുക്കാനുള്ള ലിബറലൈസേഷൻ. ഫോർ എക്സാമ്പിളാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദി ആപ്ലിക്കേഷൻ ഓഫ് ദീസ് ഡയറക്റ്റീവ്സ്. ഫുഡ് കോർപ്പറേഷനൊക്കെ എന്താണ് കുറച്ച് എക്സംഷൻ കൊടുക്കുക, അപ്പോൾ അവർക്ക് അതിൽ ക്രെഡിറ്റിൽ ലിബറായിട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 1965 നവംബറിലാണ്. ഈ സ്കീം പ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യണം, ഒബ്റ്റെയിൻ RBI's ഓതറൈസേഷൻ ബിഫോർ ഗ്രാൻറ്റിംഗ് എനി ഫ്രഷ് ക്രെഡിറ്റ് ഓഫ് ₹1 crore ടു എനി സിംഗിൾ പാർട്ടി. ഏതെങ്കിലും സിംഗിൾ പാർട്ടിയിൽ നിന്ന് 1 crore ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ RBIൻ്റെ ഓതറൈസേഷൻ വേണം. ദ ലിമിറ്റ് വാസ് ലേറ്റർ എൻഹാൻസ്ഡ് ഫോർ 4 crores നവംബർ 1983. അതായത് 1983 നവംബറിൽ ഇത് 4 crores വരെ ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. അതായത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1955. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബ്രിങ് അബൌട്ട് ഡിസിപ്ലിൻ ഇൻ ദി യൂട്ടിലൈസേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ടു ഗ്രാൻറ്റ് ബെറ്റർ കൺട്രോൾ ഓവർ ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. ഗെയിൻ ദി ബെറ്റർ കൺട്രോൾ ഓവർ ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 ഇത് ഡിസിപ്ലിൻ ഇൻ ദി യൂട്ടിലൈസേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷനിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ഗെയിൻ ചെയ്യാം, ഓവർഫ്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് മോറൽ സുവാഷൻ ആൻഡ് ക്രെഡിറ്റ് റാഷനിങ്. It involves a persuasion of commercial banks to follow certain lines of policies, impressing upon them the necessary to do so. The success of this measure depends upon the active involvement and cooperation of commercial banks. അതായത് ഇവർ ക്രെഡിറ്റ് റേഷനിങ് അല്ലെങ്കിൽ മോറൽ സുവേഷനിൽ മെയിനായിട്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ധാർമ്മിക ചൂഷണം വഴി അതൊക്കെയാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യാണ്, ചില പോളിസീസ് കൊണ്ടുവരികയാണ്, ഒരു കമ്പനി ചെയ്യാണ്ട് ഒരു ഇംപ്രസ് ചെയ്തുകൊണ്ട്
കുറച്ച് പോളിസീസ് കൊണ്ടുവരിക. അതായത് അവർ അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സായിട്ട് ഈ മെഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഈ സിസ്റ്റം പ്രകാരം RBI ഒരു മീറ്റിങ്ങും ഡിസ്കഷനൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് റെപ്രസെൻറ്റേറ്റീവുമായിട്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് RBI ഒരു മീറ്റിങ്ങും അല്ലെങ്കിൽ ഡിസ്കഷൻ അറേഞ്ച് ചെയ്യുകയാണ്. ഇതിലാണ് ഡെപ്പോസിറ്റ് എത്രയാണ് അർജൻറ്റായിട്ടുള്ളത്, ലാർജ് എംപ്ലോയ്മെൻറ്റ് ഫണ്ട്സ് ഇൻ പ്രയോറിറ്റി സെക്ടർ എത്രയൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഈ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് ഈ ക്രെഡിറ്റ് ട്രെൻഡ് റിവ്യൂ ചെയ്യുന്നത്. അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് റിവ്യൂ ചെയ്യുക പോലെ സജസ്റ്റ് നെസറി ആൻഡ് സ്യൂട്ടബിൾ കറക്റ്റീവ് സ്റ്റെപ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഗവർണറാണ്. റാഷനിങ് ഓഫ് ക്രെഡിറ്റിൽ പറയുന്നതാണ് ഈ സിസ്റ്റം under which the central bank seeks to limit the total amount of loans advances of a specified categories of loans and advances granted by commercial banks. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ലോൺസിലെ അഡ്വാൻസസിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരും, ലിമിറ്റ് കൊണ്ടുവരിക. അതിനാണ് ക്രെഡിറ്റ് റാഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ. RBI is not depending on the weapon very often but it is adopted when all other measures fail. എല്ലാ മെഷേഴ്സും ഫെയിലായാൽ മാത്രമേ ഈ ഒരു ഡയറക്റ്റ് ആക്ഷൻ RBI എടുക്കുകയുള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് ദി റിഫ്യൂസൽ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു എക്സ്റ്റെൻഡ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ടു ബാങ്ക് വിച്ച് ഫോളോ അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസ് ഓർ ടു ഗ്രാൻഡ് ഫർദർ അക്കോമഡേഷൻ ടു ബാങ്ക്സ് ഹോസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് are inadequate in relation to the amounts already sanctioned. അതായത് ബാക്കി എല്ലാതും കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ മെഷേഴ്സും ഫെയിൽ ആവുകയാണെങ്കിൽ RBI അതിനെതിരെ ക്രെഡിറ്റ് ഫ്ലോയിനെതിരെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ബാങ്കിങ് functions performed by RBI. The central government authorized RBI to deal in foreign exchange, gold coin and bullion. It has the responsibility to maintain the official rate of exchange. അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുക സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, RBIക്കാണ് ആ അധികാരം കൊണ്ടുവന്നിട്ടുള്ളത് അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി, ഫോറിൻ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിൽ വരുന്നത്.